ഹലോ മക്കളെ, വെൽക്കം ടു റേസ് സൈക്കിൾ. എല്ലാവർക്കും റേസ് സൈക്കിളിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ബയോളജി എക്സാം ഇന്ന് വന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് അറിയാലോ, ബോർഡ് എക്സാം ആണ്. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ബയോളജി എക്സാമിന് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. സോ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇതിലൂടെ നിങ്ങൾക്ക് ധാരാളം 3 മാർക്കിന്റെ ചോദ്യങ്ങൾ കിട്ടും. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ കൂടെ ബയോളജി പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കണ്ടു പഠിക്കട്ടെ, അവരും നല്ല മാർക്ക് വാങ്ങട്ടെ അല്ലെ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് ജനറ്റിക് ഇക്വിലിബ്രിയം ഗിവൺ ബിലോ. p² + 2pq + q² is equal to 1. നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയാം അല്ലേ. യെസ്, റൈറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറ്റിക് ഇക്വിലിബ്രിയം റിസൾട്ടിംഗ് ഇൻ എവല്യൂഷൻ. ഓക്കെ, ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Allele frequencies in a population are stable and is constant from generation to generation. Name the principle. Mention any 4 factors those affect this principle. രണ്ടും ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിക്കടാ, ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ജനറ്റിക് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ p² + 2pq + q² = 1 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഇത് ഏത് ഇക്വിലിബ്രിയം ആണ് അല്ലെങ്കിൽ ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലേ. ദാറ്റ് ഈസ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതേ ചോദ്യം തന്നെ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാ, ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് ഇസ് കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതായത് ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി എത്ര ജനറേഷൻ മുന്നോട്ടേക്ക് പോയാലും കോൺസ്റ്റന്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ പ്രിൻസിപ്പിൾ നെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്താ എഴുതേണ്ടത്, ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്നാണ് എഴുതേണ്ടത്. റൈറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറ്റിക് ഇക്വിലിബ്രിയം റിസൾട്ടിംഗ് ഇൻ എവല്യൂഷൻ. മെൻഷൻ any 4 factors that affect this principle. അതായത് രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏതൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് പറയാം, ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ പറയാം. ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് പറയാം. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ. ഓക്കെ അല്ലേ. ഇതാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ജീൻ ഫ്ലോ, ജീൻ മൈഗ്രേഷൻ, മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് റീകോമ്പിനേഷൻ. സോ ഏത് രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റണം, ഈസി ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. സോ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം, ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം, ആൻഡ് ഇത് ഡിഫൈൻ ചെയ്യാനും പഠിച്ചു വെച്ചോളാം അല്ലേ. ഇതുപോലെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് തരണമെന്നില്ല. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു വെച്ചോളാം, ഫാക്ടേഴ്സും പഠിക്കുക. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, LH and FSH play significant role in spermatogenesis. Write the function of LH and FSH in spermatogenesis. Spermatogenesisൽ LH-ന്റെയും FSH-ന്റെയും ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. Write a single term used to denote LH and FSH together. അപ്പോൾ LH എന്ന് പറഞ്ഞാൽ ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ്, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് അല്ലേ. രണ്ടും കൂടിയാൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, ഗൊണാഡോട്രോപ്പിൻസ്. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഗൊണാഡോട്രോപ്പിൻസ് എന്ന് വിളിക്കാം. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് LH and FSH in spermatogenesis. സ്പെർമാറ്റോജനസിസിൽ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? LH-ഉം FSH-ഉം. ഓക്കെ, LH-ഉം FSH-ഉം. ഓക്കെ, LH ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ലേഡിക് സെൽസ് ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യും. അതായത് മെയിൽ സെക്സ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും, എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ. ഓക്കെ, ഈ ഹോർമോൺസിന്റെ ഹെൽപ്പോട് കൂടിയാണ് സ്പെർമാറ്റോജനസിസ് അഥവാ സ്പേം ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതെന്താ ചെയ്യുക, ഈ ഡെവലപ്പ് ചെയ്യുന്ന സ്പെർമാറ്റിഡ്സിന് നറിഷ്മെന്റ് കൊടുക്കും. ആൻഡ് ഓൾസോ സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പെർമിയോജനസിസ്. ഓക്കെ, സ്പെർമിയോജനസിസ്. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ LH-ഉം FSH-ന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഗൊണാഡോട്രോപ്പിൻസ് എന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ. Figure of lactopron in the absence of lactose is given below. Draw the diagram of lactopron in the presence of lactose and label it. അപ്പോൾ lactopron in the absence of lactose. Lactose ആണ് ഇൻഡ്യൂസർ. അപ്പം ഈ ഇൻഡ്യൂസർ ഈ ഒരു മീഡിയത്തിൽ ഇല്ല എങ്കിൽ
ഉള്ള ലാക്ടോപ്രോണിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫിഗർ തന്നിട്ടുണ്ട് നമ്മളോട്. ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ്, അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ കൃത്യമായിട്ട് ആ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, മീഡിയത്തിൽ ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റിപ്രസർ പ്രോട്ടീൻ വന്ന് ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ RNA പോളിമറൈസിന് പ്രൊമോട്ടർ റീജിയനോട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, ട്രാൻസ്ലേഷൻ നടക്കില്ല, എൻസൈംസ് ഉണ്ടാവില്ല. ഇതാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചു വെച്ചോളൂ, രണ്ടും പഠിക്കണം. ഏതാണ് എക്സാമിന് ചോദിക്കാൻ അറിയില്ല. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആണ് എങ്കിൽ, ഇൻഡ്യൂസർ ലാക്ടോസ് ആണ്. ഈ ലാക്ടോസ് എന്താ ചെയ്യുക? റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബൈൻഡിങ് നടന്നു. റിപ്രസർ പ്രോട്ടീൻ ഇനി അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? അതായത് RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് 3 സ്ട്രക്ചറൽ ജീൻസ് ZYA, 3 സ്ട്രക്ചറൽ ജീൻസിനും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, mRNA ഫോം ചെയ്യും, ട്രാൻസ്ലേഷൻ നടക്കും, 3 എൻസൈംസ് ഉണ്ടാവും. അതായത് Z എന്ന് പറയുന്ന ജീനിൽ നിന്നാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവുന്നത്. Yയിൽ നിന്ന് പെർമേസും Aയിൽ നിന്ന് ട്രാൻസ് അസറ്റൈലേസും ആണ് ഉണ്ടാവുന്നത്. അതായത് ഈ എൻസൈംസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ലാക്ടോപ്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ് ഓർ ഇൻഡ്യൂസർ. ഓക്കെ അല്ലേ? യെസ്, ഈ എൻസൈംസിന്റെ പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സെഡിൽ നിന്ന് ബീറ്റ ഗാലക്ടോസിഡേസ്, വൈയിൽ നിന്ന് പെർമേസ്, എയിൽ നിന്ന് ട്രാൻസ് അസറ്റൈലേസ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ് എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. പി പ്രൊമോട്ടർ, O ഓപ്പറേറ്റർ ആണ്, ആൻഡ് ദിസ് ഇസ് ദ റിപ്രസർ പ്രോട്ടീൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Sexually transmitted diseases are seen to be high among people with age group 15 to 24 years. Write the name of any 4 STDs. അപ്പോൾ STDs അഥവാ STI, sexually transmitted diseases, infections ഒക്കെ നമ്മൾ പറയാറുണ്ട്. Write the name of any 4 STDs. ഓക്കെ, അതായത് ഈ അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസിൽ നിന്ന് ഒരു പാർട്ട്ണറിൽ നിന്ന് മറ്റൊരു പാർട്ട്ണറിലേക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ആവുന്ന, ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസസ് ആണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആണ് STDs ഓർ STIs എന്ന് പറയുന്നത്. ഇതിന്റെ 4 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 4 എക്സാമ്പിൾ ഏതൊക്കെ എഴുതാം? സൈഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B, HIV, genital herpes, genital warts, trichomoniasis, chlamydiasis, ഓക്കെ. സോ ഏതെങ്കിലും 4 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാം ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന 4 എക്സാമ്പിൾസ് കൃത്യമായിട്ട് എഴുതി വെക്കാം. മെൻഷൻ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു പ്രിവെന്റ് STDs. അതായത് ഇതുപോലെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൾവേസ് യൂസ് കോണ്ടംസ് അല്ലേ? സേഫ് സെക്ഷൽ പ്രാക്ടീസിലൂടെ നമുക്ക് STDസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് യൂസ് കോണ്ടംസ് വൈൽ ഹാവിംഗ് സെക്സ്. Avoid sex with multiple partners. Avoid sex with unknown partner. Okay, and also vaccinated ആയിരിക്കണം. Always take vaccine. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിംറ്റംസ് മുന്നേ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതായത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം അല്ലേ? അതായത് ഡോക്ടറിനെ കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരിക്കലും മറ്റൊരാൾ യൂസ് ചെയ്ത നീഡിലോ സിറിഞ്ചോ ഉപയോഗിക്കാതിരിക്കുക. Shouldn't use used syringes or needles. ഇനി അമ്മയ്ക്ക് STD ഉണ്ടെങ്കിൽ ഫീറ്റസിന്, ഗർഭസ്ഥ ശിശുവിന് ഈ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സമയത്തും ലൈക്ക് നല്ല രീതിയിൽ തന്നെ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കോമൺ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. സോ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് is an example for deviation from Mendelian inheritance. Illustrate with examples. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിളോട് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്.
ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കും. ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ ബെയറിംഗ് പ്ലാന്റ്സ് ഓഫ് സ്നാപ് ഡ്രാഗൺ പ്രൊഡ്യൂസ്ഡ് ഓൾ പ്ലാന്റ്സ് വിത്ത് പിങ്ക് ഫ്ലവേഴ്സ് ഇൻ F1 ജനറേഷൻ. അതായത് സ്നാപ് ഡ്രാഗൺ അതിൽ റെഡ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ്സിനെ ക്രോസ് ചെയ്തിട്ട് ഉണ്ടായ F1 ജനറേഷനിൽ പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏത് ജനറ്റിക് ഫിനോമിനൻ ആണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലെ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ജനറ്റിക് ഫിനോമിനൻ ആണ്. ഇല്ലുസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദിസ് ക്രോസ് യൂസിങ് പ്യൂനറ്റ് സ്ക്വയർ. പ്യൂനറ്റ് സ്ക്വയർ വരച്ചിട്ട് നമ്മൾ F2 ജനറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ മെന്റൽ പറഞ്ഞ പ്രകാരം ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ടോൾ എന്ന് പറയുന്ന ട്രേറ്റിനെയാണ് എക്സ്പ്രസ് ചെയ്യുക. കാരണം ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന എല്ലിൽ സ്മോൾ ടീനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്തി അല്ലെ? ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആണ്, സ്മോൾ ടി റെസസീവ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് F1 ജനറേഷനിൽ ടോൾ എന്ന് പറയുന്ന ട്രേറ്റ് എക്സ്പ്രസ് ആയത്. പക്ഷെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരെല്ലിൽ മറ്റൊരു എല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവർ രണ്ടുപേര് പാർഷ്യലി എക്സ്പ്രസ്ഡ് ആണ്, ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണ് പുറത്തു വരിക. ഓക്കെ, ഇപ്പൊ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ആർ ഡൊമിനന്റ് എല്ലിലും സ്മോൾ ആർ റെസസീവ് എല്ലിലും ആവുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ആർ കാണിക്കുന്ന റെഡ് എന്ന് പറയുന്ന ട്രേറ്റിൽ F1 ജനറേഷനിൽ എക്സ്പ്രസ് ആവേണ്ടത്, പക്ഷെ പിങ്ക് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്യാപിറ്റൽ ആർ ഇൻകംപ്ലീറ്റ്ലി ഡൊമിനന്റ് ഓവർ സ്മോൾ ആർ ആണ്. അതുകൊണ്ടാണ് ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിട്ട് പിങ്ക് കളർ വന്നിരിക്കുന്നത്. അതായത് റെഡ് വൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? യെസ്, എക്സാമ്പിൾ പഠിക്കുക. ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് ഓൾറെഡി അറിയാം, സ്നാപ് ഡ്രാഗൺ അഥവാ ആൻറ്റർഹൈന മേജസ് എന്ന് പറയും. അതുപോലെ മിറാബിലിസ് ജലാപ്പ. മിറാബിലിസ് ജലാപ്പ എന്ന് പറയുന്നത് 4 o'clock പ്ലാന്റ് ആണ്. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാം. റെഡ് ക്യാപിറ്റൽ ആർ, വൈറ്റ് സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ F1 ജനറേഷനിൽ വരുമ്പം പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? F1 ഇൻറ്റു F1 അല്ലെ? സെൽഫ് പോളിനേറ്റ് ചെയ്യണം. F1നെ F1 വെച്ച് സെൽഫ് പോളിനേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. പ്യൂനറ്റ് സ്ക്വയർ വരയ്ക്കുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ വന്നാൽ റെഡ് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ പിങ്ക് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ പിങ്ക് ആണ്. സ്മോൾ ആർ വന്നാൽ വൈറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ ബോത്ത് ആർ സെയിം അല്ലേ? 1:2:1. ഓക്കെ അല്ലേ? ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അച്ഛനാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് പറയണം, ക്രോസ് വരച്ചു കാണിച്ചു കൊടുക്കണം. സോ നമുക്കറിയാം ഫാദറിനുള്ളത് XY സെക്സ് ക്രോമസോംസ് ആണ്. മദർ ആണെങ്കിലോ XX സെക്സ് ക്രോമസോംസ് ആണ്. അതായത് അച്ഛൻ്റെ 50% സ്പേംസ് എക്സ് ക്രോമസോം ആണെങ്കിൽ ബാക്കി 50% വൈ ക്രോമസോംസ് ആയിരിക്കും. മദറിന്റെ എഗ് ഒക്കെ ക്യാരി ചെയ്യുന്നത് എന്താണ്? എക്സ് ക്രോമസോംസ് തന്നെയാണ് അല്ലേ? അപ്പൊ എക്സ് വൈ, എക്സ് 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 വൈ, എക്സ് 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 വൈ, യെസ് എക്സ് വൈ എക്സ് വൈ. എക്സ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഗേൾ ചൈൽഡ്, എക്സ് വൈ വന്നാൽ ബോയ് ചൈൽഡ്. ഓക്കെ, യെസ്. അതായത് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാകാനുള്ള ചാൻസ് 50:50 ആണ് അല്ലെ? 1:1 റേഷ്യോ ആണ്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് അച്ഛൻ ഈ കുഞ്ഞിന്റെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ബിക്കോസ് ഇവിടെ അച്ഛനാണ് ഹെറ്റിറോഗാമീറ്റിക്. അച്ഛനാണ് എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ചില സ്പേംസ് ക്യാരി ചെയ്യുക എക്സ് ക്രോമസോം ആണെങ്കിൽ ചിലത് എന്തായിരിക്കും? വൈ ക്രോമസോം ആയിരിക്കും. അപ്പൊ അച്ഛനിൽ നിന്ന് വരുന്ന സ്പേമിൽ എക്സ് ക്രോമസോം ആണെങ്കിൽ അമ്മയുടെ എഗ് എക്സ് ആണ്, എക്സ് എക്സ് പെൺകുട്ടി ഉണ്ടാവും. അച്ഛനിൽ നിന്ന് വരുന്ന വൈ ക്രോമസോം ആണെങ്കിൽ എക്സ് വൈ ആൺകുട്ടി അപ്പോഴാണ് ജനിക്കുന്നത്. സോ അച്ഛന് ഹെറ്ററോഗാമീറ്റിക് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നു. എക്സ് വൈ ക്രോമസോം ഉള്ളത് അച്ഛനിലാണ്. സോ ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. എക്സ്പാൻഡ് ദ ടേം DNA. Who proposed double helical model of DNA? List out the nitrogen bases in DNA. Easy question ആണ് അല്ലേ? അപ്പൊ DNA എക്സ്പാൻഡ് ചെയ്യണം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. സോ DNA ഉള്ളത് ഡബിൾ ഹെലിക്കൽ മോഡൽ, അതായത് രണ്ട് സ്ട്രാൻഡും ഇങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ്. ചുറ്റുകോണി മാതൃക എന്ന് പറയും നമ്മൾ അല്ലേ? ആരത് പ്രപ്പോസ് ചെയ്തത്? വാട്സൺ ആൻഡ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് അല്ലേ? വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്ന് നമുക്ക് പറയാം. ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്. അഡിനിൻ തൈമിന്റെ കൂടെ മാത്രമേ പെയർ ചെയ്യുള്ളൂ ഡബിൾ ബോണ്ട്.
ഓക്കെ, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. ഗ്വാനിൻ സൈറ്റോസിന്റെ കൂടെ 3 ഹൈഡ്രജൻ ബോണ്ട് വഴി മാത്രമേ പെയർ ചെയ്യൂ. അപ്പൊ ATGC ആണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഇല്ലസ്ട്രേഷൻ ഷോസ് ഈവിൽ ക്വാർട്ടറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. അപ്പൊ ഇവിടെ ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ 4 കോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈവിൽ ക്വാർട്ടറ്റ് അല്ലെ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷനും കോ എക്സ്റ്റിങ്ഷനും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊക്കെയാണുള്ളത്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, habitat loss and fragmentation. Okay അല്ലേ? എക്സ്പ്ലെയിൻ കോ എക്സ്റ്റിങ്ഷൻ ആൻഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അതായത് കോ എക്സ്റ്റിങ്ഷനും ഏലിയൻ സ്പീഷീസ് ഇൻവേഷനും എക്സ്പ്ലെയിൻ ചെയ്യണം, എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ അല്ലേ? അപ്പോൾ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ ഇന്റൻഷനലി അല്ല എന്നുണ്ടെങ്കിൽ അൺഇൻറ്റൻഷനലി നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റൊരു സ്പീഷീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ആ എക്കോസിസ്റ്റത്തിലുള്ള ഇൻഡിജീനിയസ് വെറൈറ്റീസ് ഉണ്ടാവില്ലേ, അതായത് നാടൻ ഇനങ്ങൾ ഉണ്ടാവില്ലേ, ഈ നാടൻ ഇനങ്ങൾ ഈ വന്ന ഏലിയൻ സ്പീഷീസ് കാരണം നശിച്ചു പോകുന്നു. ഇതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, ലേക്ക് വിക്ടോറിയയിൽ കുറെ സിക്ലഡ് ഫിഷസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് നമ്മൾ നൈൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 200 സ്പീഷീസ് ഓഫ് സിക്ലഡ് ഫിഷസ് ആ ഒരു ലേക്കിൽ നിന്ന് എക്സ്റ്റിൻക്റ്റ് ആയി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആഫ്രിക്കൻ കാറ്റ് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മളെ ഇൻഡിജീനിയസ് വെറൈറ്റീസ് ഓഫ് കാറ്റ് ഫിഷുകൾ ഇല്ലാതായി പോകുന്നു. അതേപോലെ തന്നെ കുറെ വീഡ് സ്പീഷീസ് ഇപ്പം നമ്മളെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഏതൊക്കെ? ഇപ്പം പാർത്തീനിയം, അതായത് കാരറ്റ് ഗ്രാസ്, ലാന്റേന, അതുപോലെ തന്നെ ഐക്കോർണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇൻവേസീവ് അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസ് ആണ്. ഓക്കെ, ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നാടൻ ഇനങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് കണ്ടോ, ഇതാണ് നൈൽ പേർച്ച്, ഇതാണ് സിക്ലിഡ് ഫിഷസ്. ഓക്കെ, ഇതാണ് എന്ത്? ഈ മുഴു എന്ന് പറയുന്നത്. ഇത് ഐക്കോർണിയ അല്ലെങ്കിൽ വീഡ് സ്പീഷിയാണ്. നമ്മുടെ കായലുകളിലൊക്കെ ഇങ്ങനെ പെരുകി കിടക്കുകയാണ് അല്ലേ. വാട്ടർ ഹയാസിന്ത് എന്ന് നമ്മൾ പറയും. നിങ്ങൾ ഓൾറെഡി ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സ്പീഷി എക്സ്റ്റിങ്ക്റ്റ് ആവുമ്പം ആ സ്പീഷീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ആരാണോ ആ ജീവിയും കൂടി, അത് പ്ലാന്റോ അനിമലോ ആയിക്കോട്ടെ, ഇല്ലാതായി പോകുന്നു, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു. ഇതിനെയാണ് നമ്മൾ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു സ്പീഷി എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത അടുത്ത സ്പീഷിയും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ഫോർ എക്സാമ്പിൾ, ഹോസ്റ്റ് ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയാൽ ഹോസ്റ്റ് ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറെ പാരസൈറ്റ്സ് ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു. അതേപോലെ തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണ് കോ ഇവോൾവ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം. അതായത് നോക്കിക്കേ, ഈ ഒരു പൂവിന് പോളിനേഷൻ നടക്കണമെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കിളികൾ, ബേർഡ്സ് ഒക്കെ വേണം. പൂ ഇല്ലാതായാൽ, ഫുഡ് കിട്ടാതെ, ആ നെക്ടർ തേനൊന്നും കിട്ടാതെ ആ ഒരു ബേർഡും ഇല്ലാതാവുന്നു. പോളിനേഷൻ നടക്കാതെ ഈ ഒരു ബേർഡ് ഇല്ലാതെയാകുമ്പോൾ ഈ ഒരു ചെടിയും ഇല്ലാതെയാവുന്നു. ഓക്കെ, പൂ എന്ന് ഉദ്ദേശിച്ചത് ആ ചെടീനെയാണ്. പൂവിലുള്ള നെക്ടർ, ആ ഒരു തേൻ കുടിക്കാനാണ് ഇത്തരത്തിലുള്ള അല്ലാത്ത സ്പീഷീസ് ഒക്കെ വരാറുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ പൂ ഇല്ലാതായാൽ എന്ന് പറഞ്ഞാൽ ആ ചെടി തന്നെ ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഓക്കെ ആയല്ലോ. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിത്ത് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. ഓക്കെ, അതായത് ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ഒരു ബാക്ടീരിയക്ക് 2 സ്ട്രെയിൻസ് ഉണ്ട്. ആർ സ്ട്രെയിനും ഉണ്ട്, എസ് സ്ട്രെയിനും ഉണ്ട്. ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും. എസ് സ്ട്രെയിനിന്റെ പ്രത്യേകത, എസ് സ്ട്രെയിനിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ടാവും. സോ എസ് സ്ട്രെയിൻ രോഗം ഉണ്ടാക്കും, ന്യൂമോണിയ കോസ് ചെയ്യും, വിറുലന്റ് ആണ്. ആർ സ്ട്രെയിന് മ്യൂക്കസ് കോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നോൺ വിറുലന്റ് ആണ്, ന്യൂമോണിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പം ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റിൽ ഗ്രിഫിത്ത് എന്ത് ചെയ്തു? ലൈവ് ആർ സ്ട്രെയിനിനെ മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈസ് ജീവിച്ചു. ലൈവ് എസ് സ്ട്രെയിനിനെ മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈസ് ചത്തുപോയി അല്ലേ. ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈസ് ജീവിച്ചു. ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെയും ലൈവ് ആർ സ്ട്രെയിനെയും കൂടി മൈസിലേക്ക് കുത്തിവെച്ചപ്പോൾ മൈസ് ചത്തു. അതെങ്ങനെയാണ് മൈസ് ചത്തത്? അതായത് ഈ എസ്ട്രെയിനുള്ള എന്തോ ഒരു കെമിക്കല് ആർ സ്ട്രെയിനിനെ എസ്ട്രെയിൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു എസ്ട്രെയിനിലുള്ള എന്തോ ഒരു സാധനം എന്ത് ചെയ്തു? ആർ സ്ട്രെയിനിനെ എസ്ട്രെയിൻ ആക്കി മാറ്റി. അതുകൊണ്ടാണ് ഇവിടെ മൈസ് ചത്തുപോയത് അല്ലേ. ആർ സ്ട്രെയിൻ എസ്ട്രെയിൻ ആയിട്ട് മാറിയപ്പം വിറുലന്റ് ആയി, ന്യൂമോണിയ ബാധിച്ചു, ഈ ഒരു മൈസ് ചത്തുപോയി. ഓക്കെ, പക്ഷേ ഗ്രിഫിത്തിന് അത് എന്ത് സാധനമാണ്, ആ കെമിക്കൽ എന്താണെന്ന് അറിയില്ല. അത് DNA ആയിരുന്നു. അത് പിന്നീടുള്ള എക്സ്പെരിമെന്റ്സിലാണ് പ്രൂവ് ആയത് അല്ലേ. അപ്പം ഗ്രിഫിത്ത് അതിനെ വിളിച്ചിരുന്നത് എന്താ? ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ?
യെസ്, അപ്പോൾ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ഇപ്പം പല എക്സാമിലായിട്ട് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ, മക്കൾ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. Observe the diagrammatic presentation of various events during a menstrual cycle. Identify A and B in graph. അപ്പോൾ ഗ്രാഫിൽ ഒവേറിയൻ ഹോർമോൺസിന്റെ ലെവൽസ് തന്നിട്ടുണ്ട്. എയും ബിയും ഏതൊക്കെ ഹോർമോൺ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഓവുലേഷന്റെ സമയത്ത് പീക്കിൽ പോയിട്ടുണ്ട്, സോ ഈസ്ട്രോജൻ ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ സി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇപ്പൊ സി എന്ന് പറയുന്നത് എന്താണടാ? സി കോർപ്പസ് ലൂട്ടിയം. എന്താ ഇതിന്റെ ഫംഗ്ഷൻ? കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുക. ഈ പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഹോർമോണാണ്. ഓക്കെ, പ്രഗ്നൻസി മെയിൻ്റെനൻസിന് എന്ത് വേണം? പ്രൊജസ്ട്രോൺ വേണം. വിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺ is secreted in its maximum level during the time of ovulation. അതായത് നമുക്ക് ഒവേറിയൻ ഹോർമോൺ ലെവൽസും അതിൻ്റെ കൂടെ തന്നെ പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസും പഠിക്കാനുണ്ട്. സോ ഓവുലേഷൻ്റെ സമയത്ത് ഏറ്റവും പീക്കിൽ പോകുന്ന അല്ലെങ്കിൽ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് LH. നമ്മളിതിനെ LH സർജ് എന്നാണ് വിളിക്കുക അല്ലേ? ദാറ്റ് ഇസ് LH. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ലെവൽ ഓഫ് ഒവേറിയൻ ഹോർമോൺസ് ഇൻ എ നോർമലി മെൻസ്ട്രേറ്റിംഗ് വിമൻ ഡ്യൂറിംഗ് ദി ഫോളിക്കുലാർ ഫേസ്. നെയിം എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും എന്താണെന്നാണ് ചോദിച്ചത്? എ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? പ്രൊജസ്ട്രോൺ ആണ്. ബി എന്ന് പറയുന്നത് ഒവേറിയൻ ഹോർമോൺ ആണ്, മാറിപ്പോവരുത്, ഈസ്ട്രോജൻ ആണ്. ഓക്കെ അല്ലേ? റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ലൂട്ടിയൽ ഫേസ്. അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ പീക്കിൽ പോവും, ഈസ്ട്രോജൻ കുറച്ച് ലെവൽ കുറയും. ഓക്കെ, നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. അതായത് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? പ്രൊജസ്ട്രോൺ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താ? മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി. ഓക്കെ, സെയിം കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. What are the 6 steps involved in DNA fingerprinting? അപ്പോൾ DNA fingerprintingലുള്ള 6 സ്റ്റെപ്സ് വെരി ഇമ്പോർട്ടൻറ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ ആരാ DNA fingerprinting കൊണ്ടുവന്നത്? എലക് ജെഫ്രി ആണ് കേട്ടോ, എലക് ജെഫ്രി ആണ്. സോ ഏതൊക്കെയാ 6 സ്റ്റെപ്സ്? ഒന്ന്, DNA നമ്മൾ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്ത് ആ സെല്ലിൽ നിന്ന് എടുക്കണം. എന്നിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് ചെയ്യണം. സോ പല ലെങ്ത് ഉള്ള DNA ഫ്രാഗ്മെന്റ്സ് ആണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയാണ്. അത് കഴിഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്യും? DNA ഫ്രാഗ്മെന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് സദേൺ ബ്ലോട്ടിംഗ്. നൈലോണിലേക്കോ നൈട്രോസെല്ലോസ് മെംബ്രെയിനിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള VNTR പ്രോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യും. ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള DNA നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബൈ ഓട്ടോ റേഡിയോഗ്രഫി അല്ലെ? ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യുന്നത് ഓട്ടോ റേഡിയോഗ്രഫി വഴിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. സോ ഇത് എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതണം എന്ന് ചോദിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ ഇതുപോലെ അവിടെ എന്ത് ചെയ്യും? അവർ ഇങ്ങനെ ബ്ലാങ്ക് കൊടുക്കും, എന്നിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. ഓക്കെ അല്ലേ? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ആർ നൗ വൈറ്റൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആസ് മോർ ആൻഡ് മോർ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ് ബിഗിൻ ടു റിയലൈസ് ദ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഫോർ our survival and well-being on this planet. Which are the 4 major causes of biodiversity losses? 4 മേജർ കോസുകൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈവിൽ ക്വാർട്ടറ്റിൽ പഠിച്ചില്ലേ? അത് തന്നെയാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഏതൊക്കെ എഴുതണം? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. Habitat loss and fragmentation, over exploitation, alien species invasion, co-extinction. Okay, next question. Mention 2 different methods of biodiversity conservation with an example each. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ 2 മെത്തേഡും ഓരോ എക്സാമ്പിളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 മെത്തേഡ്സ്? ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് കൺസർവേഷൻ ആണ്. എക്സിറ്റു എന്ന് പറയുന്നത് ഓഫ് സൈറ്റ് കൺസർവേഷൻ ആണ്. അതായത് ഓർഗാനിസംസിനെ, ജീവികളെ അതിൻ്റെ തന്നെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ കൺസർവ് ചെയ്യുന്നതാണ് ഇൻസിറ്റു. ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സിറ്റു എന്ന് പറയുന്നത് അല്ലേ? നമ്മളുടെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താ എഴുതാം? നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്. എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ട്രോപ്പിക്സ് ദാറ്റ് മൈറ്റ് അക്കൗണ്ട് ഫോർ ദ ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ എന്തുകൊണ്ടാണ് ഇത്രയും ബയോഡൈവേഴ്സിറ്റി ദാൻ ടെമ്പറേറ്റ് ആൻഡ് പോളാർ റീജിയൻ?
കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഇത് നമ്മുടെ എർത്ത് ആണ്. ഓക്കെ, ഇത് നമ്മുടെ എർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ഭാഗം, യെസ്, ഇക്വേറ്ററിനോട് ചേർന്ന് കാണുന്ന ഭാഗമില്ലേ, അതാണ് നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ. ഇതാണ് ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, ട്രോപ്പിക്സ്. ഓക്കെ, തൊട്ടടുത്താണ് എന്ത് വരുന്നത്, ടെമ്പറേറ്റ് റീജിയൻ വരുന്നത്, ടെമ്പറേറ്റ്. ആൻഡ് വി ഹാവ് പോളാർ റീജിയൻ. ഓക്കെ, ദിസ് ഇസ് ടെമ്പറേറ്റ് റീജിയൻ ആൻഡ് ദിസ് ഇസ് പോളാർ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ട്രോപ്പിക്സിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. അതിൻ്റെ ട്രോപ്പിക്കൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഈ ട്രോപ്പിക്കൽ റീജിയൻ അൺഡിസ്റ്റർബ്ഡ് ആണ്, വലിയ രീതിയിലുള്ള കലാമിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവിടെ സ്പീഷീസ് ഉണ്ടാവും, അതായത് കൂടുതലായിട്ട് സ്പീഷീസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലെസ് സീസണൽ ആണ് ട്രോപ്പിക്കൽ റീജിയൻ, കോൺസ്റ്റന്റ് ആണ്, പ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനിൽ എന്താണ് കൂടുതൽ സ്പീഷീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ കൂടുതൽ സോളാർ എനർജി കിട്ടുന്നു, അപ്പം പ്രൊഡക്ടിവിറ്റി കൂടുന്നു, അപ്പം സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും കൂടുന്നു. ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ എന്തുകൊണ്ടാണ് കൂടുതൽ സ്പീഷീസ് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. സോ ഈ പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അല്ല അടുത്ത ക്വസ്റ്റ്യൻ, പെഡിഗ്രി അനാലിസിസ് ഓഫ് 2 മെന്റൽ ഡിസോർഡേഴ്സ് ആർ ഷോൺ ബിലോ. ഐഡന്റിഫൈ ദ ട്രേറ്റ് എക്സ്പ്രസ്ഡ് ആസ് എ ആൻഡ് ബി. എയും ബിയും റെപ്രസെന്റ് ചെയ്യുന്നത് ഏതൊക്കെ ട്രേറ്റ്സാ? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ഇമേജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എ എന്ന് പറയുന്നത് ഓട്ടോസോമൽ ഡൊമിനന്റ് ട്രേറ്റ് മയോട്ടോണിക് ഡിസ്ട്രോഫി, ബി എന്ന് പറയുന്നത് ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് സിക്കിൾ സെൽ അനീമിയയുടെ പെഡിഗ്രി ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിച്ച് ഇസ് ദ സിമ്പിൾ ഫോർ കോൺസാങ്കുനസ് മേറ്റിംഗ് യൂസ് ഇൻ പെഡിഗ്രി അനാലിസിസ്. കോൺസാങ്കുനസ് മേറ്റിംഗ് ആണെങ്കിൽ അതായത് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലേ, ഒരു പെട്ടി, ഒരു വട്ടം, 2 വര നടുക്കുണ്ടാവും. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പെഡിഗ്രി അനാലിസിസ്? എന്താ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഫാമിലിയിൽ പല ജനറേഷൻ്റെയും ജനറ്റിക് ട്രേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫാമിലി ട്രീയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ല ഒരു ചാർട്ടിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുക. അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതായത് പല ജനറേഷനിലൂടെ കൈമാറി വരുന്ന ജനറ്റിക് ട്രേറ്റ്സ്, ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാമിലി ഹിസ്റ്ററി വെച്ചിട്ട് ഇന്നത്തെ ഒരു പെഡിഗ്രി ചാർട്ട് ഉണ്ടാക്കുന്നതും അനലൈസ് ചെയ്യുന്നതും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിച്ചു കാണാറുണ്ട്. സോ ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ ദ പിക്ചർ. ഈ തന്നിരിക്കുന്നത് എന്താണടാ? ദിസ് ഇസ് DNA റെപ്ലിക്കേഷൻ. DNA replication. Name 2 enzymes needed for this process. അപ്പോൾ 2 എൻസൈംസ് വേണം. ഏതൊക്കെയാണ്? പോളിമറൈസ് ചെയ്യണ്ടേ, പുതിയ സ്ട്രാൻഡിനെ ഉണ്ടാക്കണ്ടേ, പുതിയ ഡോട്ടർ സ്ട്രാൻഡ്സിനെ പോളിമറൈസ് ചെയ്യുന്നത് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആൻഡ് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു DNA ഫ്രാഗ്മെന്റ്സ്, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യുന്നത് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, ഫോർ ജോയിനിങ് ദി ഫ്രാഗ്മെന്റ്സ്. Write the peculiarities of the newly synthesized daughter strands. അതായത് DNA റെപ്ലിക്കേഷനിലൂടെ ഉണ്ടാവുന്നത് 2 ഡോട്ടർ സ്ട്രാൻഡ്സ് ആണ്, 1, 2. ഈ 2 ഡോട്ടർ സ്ട്രാൻഡ്സിന്റെ പ്രത്യേകതകൾ എന്താ? അതായത് ഒരു ഡോട്ടർ സ്ട്രാൻഡ് കണ്ടിന്യൂസ് സിന്തസിസിലൂടെ ഉണ്ടായതാണ് അല്ലേ. 5' 3' ഡയറക്ഷനിലാണ് ഡോട്ടർ സ്ട്രാൻഡ്സ് ഉണ്ടാവുന്നത്, ഡോട്ടർ DNA സ്ട്രാൻഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്ന് കണ്ടിന്യൂസ് സിന്തസിസിലൂടെയാണ്. ഓക്കെ, ആൻഡ് ദി അതർ വൺ ഇസ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്. കണ്ടിന്യൂസ് സിന്തസിസിലൂടെ ഉണ്ടാവുന്നത് ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. ദിസ് ഇസ് ദ ലീഡിംഗ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിലൂടെ ഉണ്ടാവുന്നത് ലാഗിംഗ് സ്ട്രാൻഡ് ആണ്, ലാഗിംഗ് സ്ട്രാൻഡ് ആണ്. ഓക്കെ, ലീഡിംഗ് സ്ട്രാൻഡ് ഉണ്ടാവുന്നത് ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ്, ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അതായത് ഇത് റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ് അല്ലേ. സോ ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ് ലീഡിംഗ് സ്ട്രാൻഡ് ഉണ്ടാവുക. എവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ് ലാഗിംഗ് സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരൊറ്റ RNA പ്രൈമർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ലീഡിംഗ് സ്ട്രാൻഡിൽ ഒരൊറ്റ RNA പ്രൈമർ മാത്രം ആഡ് ചെയ്താൽ മതി. സിംഗിൾ RNA പ്രൈമർ ഇസ് ആഡഡ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് RNA പ്രൈമർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എവിടെ? ലാഗിംഗ് സ്ട്രാൻഡിൽ. ഓക്കെ, യെസ്, ഈ ഡിഫറൻസുകൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. ആൻഡ് ഓൾസോ ലാഗിംഗ് സ്ട്രാൻഡിൽ അഥവാ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിൽ ഉണ്ടാകുന്ന ഈ സ്ട്രാൻഡിൽ കുറേ DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു DNA ഫ്രാഗ്മെന്റ്സിനെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇവരെ ലിങ്ക് ചെയ്യാനാണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് സിന്തസിസ്, ലീഡിംഗ് സ്ട്രാൻഡ് ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക്, സിംഗിൾ RNA പ്രൈമർ ഇസ് ആഡഡ്. ലാഗിംഗ് സ്ട്രാൻഡ്, ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്, എവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെ, ടുവേർഡ്സ് എവേ. ആൻഡ് ഓൾസോ ഇവിടെ എന്താ, കണ്ടിന്യൂസ് RNA പ്രൈമർ ഇസ് ആഡഡ്. ഓക്കെ, കണ്ടിന്യൂസ് RNA സിന്തസിസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ അല്ലേ?
യെസ്, ആൻഡ് ഈ രണ്ട് എൻസൈംസും ഏതാ പ്രോസസ് എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അബ്യൂസ് എമംഗ് അഡോളസൻസ്. അതായത് ഈ അഡോളസെന്റ് ഏജിലുള്ള ആൾക്കാരിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ആൽക്കഹോളിന്റെയും ഡ്രഗിന്റെയും ഒക്കെ യൂസേജ് വളരെ കൂടുതലാണ്. എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും? ഒന്ന്, അൺഡ്യൂ പിയർ പ്രഷർ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാലോ, അതായത് കൂട്ടുകെട്ട് മോശമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്ന എല്ലാവരും അതേ ഹാബിറ്റ് ഫോളോ ചെയ്യും അല്ലേ. അപ്പം അതില്ലാതാവുക. അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് എപ്പോഴും എന്ത് ചെയ്യുക, തേടുക. ആൻഡ് ഓൾസോ ഡേഞ്ചർ സൈൻസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട് കുട്ടികളെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതിനായിട്ട് സൊല്യൂഷൻ കണ്ടെത്തണം. എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സിൽ നിന്നും പാരൻസിൽ നിന്നും ഒക്കെ ഈ ബുദ്ധിമുട്ടുകൾ വേഗം അറിയിച്ചിട്ട് അവരിൽ നിന്നൊക്കെ ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, DNA sequence is provided below. Write down the sequence of its complementary strand. അതായത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഒരു DNA സ്ട്രാൻഡ് ആണ്. കോംപ്ലിമെന്ററി സ്ട്രാൻഡ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സ്ട്രാൻഡ് 3'5' ആണെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്ററി സ്ട്രാൻഡോ 3'5' ആയിരിക്കും. ഇത് 5'3' അല്ലേ? ഓക്കെ, ഇത് 3'5'. അപ്പം എന്റെ സ്ഥാനത്ത് ടി, ടീൻ്റെ സ്ഥാനത്ത് എ, ജിന്റെ സ്ഥാനത്ത് സി, സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ജി. ഓക്കെ, അപ്പോൾ എ ടി ജി സി എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്യാം. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണടാ? ഏത് എൻസൈമാണ്? RNA polymerase. What would happen if both the strands of the DNA act as templates for transcription? അതായത് രണ്ട് DNA സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് രണ്ടിനും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. അപ്പോൾ രണ്ട് mRNA ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, രണ്ട് DNA സ്ട്രാൻഡിൽ നിന്ന് ഒരൊറ്റ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ, മറ്റേത് കോഡിംഗ് സ്ട്രാൻഡ് ആണ്. ഈ ഒരൊറ്റ സ്ട്രാൻഡിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? mRNA ഉണ്ടാവുന്നത് അല്ലേ? യെസ്, അതെന്തുകൊണ്ടാണ് രണ്ട് സ്ട്രാൻഡിനും ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം രണ്ട് സ്ട്രാൻഡിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് സ്ട്രാൻഡും ഈ രണ്ട് DNA സ്ട്രാൻഡ്സും ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് mRNA കിട്ടും. ഓക്കെ, രണ്ട് mRNA ഉണ്ടാവും. mRNA രണ്ടെണ്ണം കിട്ടും. ഓക്കെ, കോംപ്ലിമെന്ററി mRNA ആയിരിക്കും. സോ അവരെന്ത് ചെയ്യും? DsRNA, ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്യും. ഈ DsRNA അഥവാ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNAക്ക് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല? ട്രാൻസ്ലേഷൻ നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇൻ കേസ് രണ്ടുപേർക്കും ട്രാൻസ്ലേഷൻ നടന്നു എന്ന് വിചാരിക്കുക, രണ്ട് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ ജീനിന്റെ എക്സ്പ്രഷനിൽ മാറ്റം വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ അത്. ഓക്കെ, ആകെ എന്ത് എഴുതണം? അതായത് രണ്ട് DNA സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് RNA ഫോം ചെയ്യും. അത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNAകളാണ്. DsRNA ഫോം ചെയ്യും. ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിട്ട് അത് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ 3 മാർക്ക് ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? 1 മാർക്കും 2 മാർക്കും 3 മാർക്കും ഒക്കെ സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നമ്മൾ ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ലൈവിൽ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക. നമുക്ക് എന്തായാലും ബയോളജിയിൽ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം. ഓക്കെ അല്ലേ? ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ അല്ലേ? ഈ നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങൂടാ. ബൈ.